പുഡിങ്ങുകൾ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഏറ്റവും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പുഡിങ്. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിൽ ഒന്ന് കലക്കിയിട്ട് വെക്കുന്നുണ്ട്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കി മാറ്റി വെക്കുന്നുണ്ട്. കോൺഫ്ലോറിന് പകരം കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ കസ്റ്റർഡ് പൗഡർ ആയാലും കുഴപ്പമില്ല, രണ്ടായാലും കുഴപ്പമില്ല, ഏതാ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കി വേവിച്ചെടുക്കാം. കോൺഫ്ലോറൊക്കെ വെന്ത് വെട്ടിയാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അവസാനം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 കപ്പ് ടിന്നിന് മേലെയായിട്ട് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് നിർബന്ധമില്ല, മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അതിൻ്റെ ബ്രൗൺ പാർട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്ത് അതിലേക്ക് ആദ്യം ഈ ഒരു പാലിൻ്റെ മിക്സ് ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അതിന് മുകളിൽ ബദാം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് നല്ല കട്ടിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നില്ല. എന്നിട്ട് അതിന് മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. തണുത്ത് വരുമ്പം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. മുകളിൽ കുറച്ച് ഞാൻ തേങ്ങ ഒരു പാനിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്ത് നല്ല മൊരിച്ചെടുത്തിട്ട് മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, മുകളിൽ ജസ്റ്റ് ബദാം ചെയ്താലും മതി, ഈ ഒരു ബൂസ്റ്റിൻ്റെ പൗഡർ മാത്രമായാലും മതി കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്